ക്ലാസ്സിൽ എക്സസൈസ് 11.1-ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ഐഡൻറ്റിഫൈ ദ ഗ്രേറ്റർ നമ്പർ വെറെവർ പോസിബിൾ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഓരോന്നിലും ഏതാണ് ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 4/3 ഓർ 3/4. ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 4/3 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4/3 4 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 4 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആൻസർ? 4 × 4 16, 16 × 4 64. ഇനി അതുപോലെ 3/4 3/4 എങ്ങനെ എഴുതാം? 3 4 ടൈംസ് 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 9, 9 × 3 27, 27 × 3 81. ഇനി ഇതിൽ നോക്കുക, 64 ആണോ 81 ആണോ ഗ്രേറ്റസ്റ്റ് നമ്പർ? 81 ആണ് അല്ലേ. അപ്പോൾ 81 എന്നല്ല എഴുതേണ്ടത്. 81 എവിടെ നിന്നാണ് വന്നത്? അതായത് 3/4 ആണ് 81. അപ്പോൾ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ അപ്പോൾ ഇതിലേതാ? 3/4. 3/4 ഈസ് ഗ്രേറ്റർ ദാൻ 4/3. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ഇതുപോലെ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ആ ആൻസറിൽ ഏതാണോ ഗ്രേറ്റസ്റ്റ് അതിൻ്റെ ആ ഫോർമാറ്റ് എടുക്കുക. ഉണ്ടോ? എക്സ്പൊണൻഷ്യൽ ഫോം എടുക്കുക. അതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ. 5/3 5/3 എന്ന് പറയുമ്പോൾ 5 × 5 × 5 അല്ലേ. 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 × 5 25, 25 × 5 125. ഇനി 3/5 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 3 5 ടൈംസ് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 9, 9 × 3 27, 27 × 3 81. ഇനി 81 × 3 ഇതുപോലെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 81 × 3 324. അപ്പോൾ 243. ഇതിലേതാ ഗ്രേറ്റസ്റ്റ് നമ്പർ? 243 അല്ലേ. അപ്പോൾ 243 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം ഏതാ? 3/5. അപ്പോൾ 3/5 ഈസ് ഗ്രേറ്റർ ദാൻ 5/3. തേർഡ് ക്വസ്റ്റ്യൻ 2/8 ഓർ 8/2. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 2/8 എന്ന് പറയുമ്പോൾ 2 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2 3 4 5 6 7 8 അല്ലേ. 3 6 7 8. അപ്പോൾ 2 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 32 × 2 64. ഇനി 64 × 2 64 × 2 128. ഇനി അതിൻ്റെ 128 × 2 16 5 2 256. ആൻസർ 256 കിട്ടി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് 8/2. അത് 8 2 ടൈംസ് 8 × 8 എത്രയാണ്? 64. അപ്പോൾ ഇതിലേതാ ഗ്രേറ്റസ്റ്റ്? 256. അപ്പോൾ അതിൻ്റെ എക്സ്പൊണൻ്റ് ഏതാ? 2/8. 2/8 ഈസ് ഗ്രേറ്റർ ദാൻ 8/2. ഫോർത്ത് ക്വസ്റ്റ്യൻ 100/2 ഓർ 2/100. 100/2 എന്ന് പറയുമ്പോൾ 100 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 10,000. ഇനി 2/100. അപ്പോൾ ഈ 2/100 എന്ന് പറയുന്നത് നമുക്ക് 200 ടൈംസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. അതായത് 2/10 all raised to 10. അതായത് a/m all raised to n is equal to a/m into n. ഇങ്ങനെയൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് a/mn എന്ന് പറയുമ്പോൾ m × n എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ എഴുതാം. ഉണ്ടോ?
അപ്പോൾ നമ്മൾ അതുപോലെയാണ് ഇപ്പോൾ 2 എഴുതിയേക്കുന്നത്. 2 ഈ 100 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് 100 എന്ന് കിട്ടുന്നത് എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 10 ആണ് 100. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 100 എന്നുള്ളതിനെ എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് 2നെ 100 ടൈംസ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 100 എന്നുള്ളതിനെ 10ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് 10 ഇൻറ്റു 10 പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഇക്വേഷനെ ബേസ് ചെയ്താണ് നമ്മളത് ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, a raised to m all raised to n equal to a raised to m എന്നുള്ള ഫോർമാറ്റ്. ഇനി 2 raised to 10 all raised to 10, അതിൽ നമുക്ക് 2 raised to 10 all raised to 10 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2നെ 10 ടൈംസ്, എന്താണ് 2 raised to 10, അപ്പോൾ 2നെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 4 5 6 7 8 9 10. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ഈ 10 ഇട്ട് കൊടുക്കാം, ഓൾ റൈസ് ടു 10. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ തമ്മിൽ ഈ എല്ലാ 2s തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1024 ആൻസർ കിട്ടും. അപ്പോൾ ഇത് ഈ 2s എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ടൈം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആൻസർ എഴുതിയത്. 1024 കിട്ടി. ഇനി ഓൾ റൈസ് ടു എന്താണ് 10 അല്ലേ, 10 എഴുതി. ഇനി 1024നെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ, 1024നെ 10 ടൈംസ് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഇതുപോലെ 1024 റൈസ് ടു 2 ഓൾ ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്, ഈ 10 എന്നുള്ളത് 2 ഇൻറ്റു 5, 2 ഇൻറ്റു 5 ആണ് 10 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 10 എന്നുള്ള എന്ത് ഫോർമാറ്റ് എഴുതാം, 1024 റൈസ് ടു 2 ഓൾ റൈസ് ടു 5. അപ്പോൾ 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഈ 10 കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 1024നെ 2 ടൈംസ് മൾട്ടിപ്ലൈ, 1024നെ ഇൻറ്റു 1024 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഓൾ റൈസ് ടു 5 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി 1024 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1048576 എന്ന ആൻസർ കിട്ടും. ഇനി എന്തുകൂടി എഴുതണം, ഓൾ റൈസ് ടു 5. ഇനി ഈ സംഖ്യ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്കിപ്പോൾ തന്നെ നോക്കി, ഇവിടെ ആൻസർ 10,000 ആണ്. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ഇതിനേക്കാളും ഗ്രേറ്റസ്റ്റ് ആണ് അല്ലേ, 10,000-നേക്കാളും വലിയ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. 10 lakh അടുത്ത് 10 lakh സംതിങ് കിട്ടിയല്ലേ. അപ്പോൾ 10,48,576 ആണ് ഇവിടെ ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതായിരിക്കും വലിയ സംഖ്യ, ഇതായിരിക്കും. കാരണം ഇനി ഈ സംഖ്യനെയാണ് 5 വെച്ച് വീണ്ടും മൾട്ടിപ്ലൈ 5 ടൈംസ്. അപ്പോൾ വീണ്ടും ഗ്രേറ്റസ്റ്റ് നമ്പറല്ലേ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലേറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ, ഇതായതുകൊണ്ട് തന്നെ ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ, 2 raised to 100 അല്ലേ. 2 raised to 100നെയാണ് നമ്മൾ ഓരോരോ ഫോമിലേക്കാക്കി മാറ്റിയത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ 2 raised to 100 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 2 raised to 100 is greater than 100 raised to 2. ഓക്കെ, അപ്പോൾ ഇതുപോലെ വലിയ പവേഴ്സ് വരികയാണെങ്കിൽ, ഇതുപോലെ വലിയ പവേഴ്സാണ്, നമുക്ക് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ചെയ്യാം. ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് ചെയ്യേണ്ട, നമുക്കൊരു ഇതൊന്നും നോക്കുക, ഇതിലേതാണ് ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് നോക്കി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്ക് മനസ്സിലായി ഇതാണ് ഗ്രേറ്റസ്റ്റ് എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, 5th question, 2 raised to 10 or 10 raised to 2. അപ്പോൾ 2 raised to 10, 2 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം, 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്താണ് 2 raised to 10 എന്ന് പറയുമ്പോൾ 1024 അല്ലേ. ഇനി 10 raised to 2, 10 raised to 2 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10, അതായത് 100. ആൻസർ ഈസ് 100. അപ്പോൾ ഇതിൽ 1024 ആണോ ഗ്രേറ്റർ, 100 ആണോ, ഇതാണ് ഗ്രേറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം ഏതാ, 2 raised to 10. അപ്പോൾ ആൻസർ 2 raised to 10 ഈസ് ഗ്രേറ്റർ ദാൻ 10 raised to 2. 5th question നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.